ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐഷ ഷാംസ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു പുട്ടാണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം. ഞാനിന്ന് വൈകുന്നേരം ഇങ്ങനെ കിടന്ന് ആലോചിച്ചു, മോൻ ഉച്ചയ്ക്കാണ് ശകലം ചോറേ ഉണ്ടുള്ളൂ. അപ്പോൾ എന്താ കുട്ടിക്ക് കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ അധികം ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പം എനിക്ക് തോന്നി ഒരു ഹെൽത്തി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നല്ലൊരു പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം മാംഗോ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്, അങ്ങനെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് മോനൊരു നല്ലൊരു പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു. ക്യാരറ്റ് നന്നായിട്ട് പീൽ ചെയ്ത് വെക്കണം, തേങ്ങ ചിരണ്ടി മാറ്റി വെക്കണം. മാങ്ങ പഴുത്ത 2 മാങ്ങയാണ് എടുത്തിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ പുട്ടപ്പൊടി എത്ര എടുക്കണം വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത് നല്ലൊരു ഹെൽത്തി പുട്ടാണ്. ഇതിപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾക്ക് ഇങ്ങനെ ഒരു പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും കഴിക്കാത്ത എത്രയോ കുട്ടികളുണ്ടാവും. സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും ഉണ്ടാകുന്ന കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് ഇങ്ങനത്തെ ഒരു പുട്ടുണ്ടാക്കി കൊടുത്ത് അതിലേക്ക് ഒരു പപ്പടവും പഴമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ കഴിക്കും. പ്രത്യേകിച്ച് നല്ലൊരു ജ്യൂസോ അല്ലെങ്കിൽ ചായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ടുപൊടിയും മാങ്ങയും ഒന്നും ഇപ്പോൾ ആരുടെ വീട്ടിലില്ലാത്തൊന്നുമില്ലല്ലോ, ക്യാരറ്റൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പുട്ടുണ്ടാക്കി കൊടുക്കാം മക്കൾക്ക്. പിന്നെ നമ്മൾ വേഗം എന്ത് ചെയ്യും, വേഗം കടയിൽ പോയിങ്ങാണ്ട് ഉള്ളിവട വാങ്ങിക്കും. അതൊന്നും ഹെൽത്തി അല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ലല്ലോ, പുറത്തത്തെ പഴയ എണ്ണയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ അതിൽ നല്ല നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ എന്താണോ സാധനങ്ങൾ, ഇപ്പോൾ ഒരു ചപ്പാത്തിപ്പൊടി ഉണ്ട്, അതൊട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ പോകുമല്ലേ. അപ്പോൾ നോക്കാം, ആദ്യം ഞാൻ പുട്ടുംപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ കൈ കൊണ്ട്. എന്നിട്ട് ചിരണ്ടി വെച്ച തേങ്ങ എടുത്തിടുക. ഞാൻ ഇതൊരു 3-4 ഇതുണ്ടാവും പുട്ട്. അതിനകത്തേക്ക് ക്യാരറ്റ് നല്ലോണം ചീകിയിട്ടുണ്ട് കേട്ടോ. ആ ചീകിയ ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടത് പുട്ടുപൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഉപ്പെല്ലായിടത്തും ഒന്ന് പിടിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും കുട്ടികൾ വേഗം കഴിക്കും. വെച്ചാൽ വൈകുന്നേരം അവർ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി അവർക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. ചെറുതായിട്ടും ചപ്പാത്തിയോ ചോറുണ്ടെങ്കിൽ ചോറൊക്കെ കഴിക്കാമല്ലോ പിള്ളേർക്കും. അപ്പോൾ വൈകുന്നേരം അവർക്ക് നല്ല വിശപ്പ്, സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും കുട്ടികൾക്ക്. അവർ ഷോക്സും സൂസൊക്കെ ഊരിയിട്ടെങ്ങാണ്ട് വേഗം ഓടി വരും കഴിക്കാൻ. എന്നിട്ട് നമ്മൾ മാംഗോ ജ്യൂസ് അടിച്ചിട്ട് ഈ മാങ്ങ ജ്യൂസ് അടിച്ചത് ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇവിടെ നന്നായിട്ട് കുഴച്ചിട്ട് 10 മിനിറ്റ് അവിടെ വെക്കണം കേട്ടോ. അപ്പോഴത്തോട്ട് ഈ പൊടിയിലേക്ക് ഈ മാങ്ങയുടെ ജ്യൂസിൻ്റെ മധുരമൊക്കെ ഇറങ്ങിച്ചെല്ലും. നല്ല ടേസ്റ്റാണ് ഈ പുട്ട്. വായയിലിട്ട വലിഞ്ഞ് താഴോട്ട് പോകും. ഒരു പപ്പടവും പൊരിച്ചൊരു പഴവും. ഇനി പഴവും വേണ്ട, പപ്പടവും വേണ്ട, ഇതൊന്ന് കട്ടൻ ചായ വെച്ചിട്ടൊന്ന് കുടിച്ചു നോക്കിയാൽ നിങ്ങൾ കിടുക്കാച്ചിയാണ്. കട്ടൻ ചായയും മാംഗോ പുട്ടും കൂടി കഴിക്കുന്നത് അടിപൊളിയാണ്. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമുക്ക്. മാങ്ങ തടി വയ്ക്കുന്ന സാധനമൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എന്നിട്ട് തേങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് പുട്ടുപൊടി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ഈ പുട്ടുപൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ആവിയിലേക്ക് വെക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഇതുപോലൊരു പുട്ടുണ്ടാക്കി നിങ്ങളുടെ പൊന്നു മക്കൾക്ക് കൊടുത്തു നോക്കിയാട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ തീരെ വെജിറ്റബിൾസും കഴിക്കില്ല, ഫ്രൂട്ട്സ് കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ടോണിക്കും അതും ഇതൊക്കെ മേടിക്കും. അതിലും ബെറ്റർ എന്താണ്, നമ്മൾ നോക്കുക നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ എങ്ങനെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ചാൽ മതി, എനിക്ക് ഇതുകൊണ്ട് ഇന്നത് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ കഴിയും ചെയ്യും. നമുക്ക് മക്കൾക്ക് അടിപൊളി ഭക്ഷണം കൊടുക്കാനും പറ്റും. കണ്ടോ, നമ്മൾ ഓടിപ്പോയിട്ട് പൈസ എടുത്തെങ്ങാണ്ട് പുറത്ത് പോയിട്ട് വാങ്ങിച്ച് കൊടുക്കരുത്. നമ്മൾ അധികവും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഓക്കെ റോസ്റ്റ് വാങ്ങിക്കൊടുക്കാം, ഇതൊക്കെ വാങ്ങിക്കൊടുക്കാം നമുക്ക് കുട്ടികൾക്ക്. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഡെയിലി നമ്മൾ ഈ പഴംപൊരി വാങ്ങിയിട്ടും ഒക്കെ ചെയ്യുമ്പോൾ പഴംപൊരിയൊക്കെ പല ടൈപ്സിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം.
വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൊണ്ട് ഉണ്ടാക്കാം. ഇനി ചപ്പാത്തി ഉണ്ടാക്കാം മാംഗോ കൊണ്ട്. ഞാൻ അടുത്തൊരു ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റ്. ചപ്പാത്തിനകത്ത് പൊട്ടറ്റോയും മാംഗോ ജ്യൂസും ക്യാരറ്റ് ചില്ലി ഫ്ലെക്സൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും, നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തി. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കാണുമ്പോൾ യെല്ലോയും ഓറഞ്ചിൻ്റെ കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾ എന്തുവാണ് വിചാരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.